ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 75. ത്രിസാമാ സാമഗഃ സാമാ നിർവാണം ഭേഷജം ഭിഷക് സന്യാസകൃച്ഛമശാന്തോ നിഷ്ഠാശാന്തി പരായണം. ഹരി ഓം. ഹരി ഓം. 574 നാമം ത്രിസാമ. ദേവൻ, വ്രതൻ, സാമൻ, ഇങ്ങനെ 3 പേരാലാണ് സാമവേദത്തെ ഗാനം ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ആ 3 സാമങ്ങളാൽ സ്തുതിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ ത്രിസാമ. 575 നാമം സാമഗഹ. യാഗങ്ങൾ ചെയ്യുന്ന സമയത്ത് സാമഗാനം ചെയ്യുമ്പോൾ അങ്ങനെ ആ സാമഗാനം ചെയ്യുന്ന ആളായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അങ്ങനെ സാമഗാനത്തെ ചെയ്യുന്നതും ഭഗവാൻ എന്ന അർത്ഥത്തിൽ സാമഗഹ. 576 നാമം സാമഹ. സാമവേദം തന്നെ ഭഗവാൻ എന്നാണ് പറയുന്നത്. ഇത് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. വേദാനാം സാമവേദഹാസ്മി, സാമവേദോസ്മി, ഞാൻ വേദങ്ങളിൽ വെച്ച് സാമവേദമാകുന്നു. അപ്പോൾ ഏറ്റവും ഉത്കൃഷ്ടമായതൊക്കെയാണ് ഭഗവാന്റെ വിഭൂതികളായിട്ട് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ 3 വേദങ്ങളിലും വെച്ച് ഉത്കൃഷ്ടമായത് സാമവേദം എന്നാണ് പറയപ്പെടുന്നത്. ആ സാമവേദം ആയിട്ടുള്ളവൻ എന്നർത്ഥത്തിൽ സാമഹ. 577 നാമം നിർവാണം. ഈ ലോകത്തിലെ സർവ ദുഃഖങ്ങളെയും തീർത്ത് കളയുന്ന ആ പരമാനന്ദ രൂപമായിട്ടുള്ള പരമാനന്ദമായിട്ടുള്ള മോക്ഷത്തെ കൊടുക്കുന്നവൻ. അപ്പോൾ ഭഗവാനെ നേടുക മാത്രമാണ് ഈ ലോകത്തിലുള്ള എല്ലാ ദുഃഖങ്ങൾക്കും ഒരു അറുതി വരുത്താൻ ഒരേ ഒരു വഴി. 578 നാമം ഭേഷജം. അതുതന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഈ സംസാര ലോകത്തിലെ ദുഃഖത്തിന് ഒരേ ഒരു ഔഷധമേ ഉള്ളൂ. ഭേഷജം, ഔഷധം, അത് ഭഗവാനാണ്. അപ്പോൾ ഭഗവാനെ അറിയുക മാത്രമാണ് ഒരു പോംവഴി. ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചാൽ പോലും ആ ആഗ്രഹത്തിനൊരു പരിധിയുണ്ട്. നമ്മെ സന്തോഷിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്നാൽ ഭഗവാനെ ലഭിച്ചാൽ നമ്മുടെ ആനന്ദത്തിന് അതിരില്ലാതെയാകും. അതുകൊണ്ട് ഭഗവാനെ ലഭിക്കുക മാത്രമാണ് ഈ ഒരേ ഒരു പോംവഴി. ഈ ഒരു ദുഃഖസാഗരത്തിൽ, ഈ ദുഃഖ സംസാരത്തിൽ നിന്ന് കരകയറാൻ ഒരേ ഒരു മാർഗം അത് മാത്രമാണ് എന്നാണ്. 579 നാമം ഭിഷക്. ഭഗവാൻ ഈ ഒരു ലോകം സൃഷ്ടിക്കുക മാത്രമല്ല, ഈ ലോകത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച്, ഈ ലോകം ദുഃഖത്തെ മാത്രം തരുന്നതാണ്, എങ്ങനെ ജീവിച്ചാൽ, ആഗ്രഹങ്ങൾക്ക് പുറമെ പോയാൽ എങ്ങനെ, അങ്ങനെ ആഗ്രഹങ്ങൾക്ക് പുറകെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നാൽ ജീവിതത്തിൽ എന്നും ദുഃഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊരു പരിഹാരം എന്ന രീതിയിൽ ആ ആഗ്രഹങ്ങളെയൊക്കെ ഇല്ലാതാക്കിയിട്ട് എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്താൽ, അങ്ങനെ കർമ്മയോഗമാക്കിയാൽ അത് നിങ്ങൾക്ക് സുഖത്തെ തരും. ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു വിദ്യയെ നമുക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്നു ഭഗവാൻ. ഭഗവത്ഗീത എന്ന മഹത്തായ ഗ്രന്ഥത്തിലൂടെ അങ്ങനെ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന്, ആ സംസാര രോഗത്തിന്റെ ആ നിർമോക്ഷത്തിനുള്ള, എല്ലാ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനത്തിനുള്ള ഉത്കൃഷ്ടമായ വിദ്യയെ ഉപദേശിച്ചവനെന്ന അർത്ഥത്തിൽ ഭിഷക്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കാത്തതിന് ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഭഗവാൻ ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ സൃഷ്ടി നടത്തുക മാത്രമല്ല, ഇവിടെ എങ്ങനെ ജീവിക്കണമെന്ന് പോലും ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്നും പഠിക്കാതെ ഭഗവാനോട് പോയി പരാതി പറഞ്ഞിട്ടൊരു കാര്യവുമില്ല എന്നാണ്. 580 നാമം സന്യാസകൃത്. ഈ ലോകത്തിലെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് സന്യാസമാണ്. ആദ്യമൊക്കെ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം, ധാർമ്മികമായ കാര്യങ്ങളിലൂടെ അർത്ഥം സമ്പാദിക്കാം. എന്നിട്ട് നമ്മുടെ ന്യായമായിട്ടുള്ള ആ ആഗ്രഹങ്ങളെ സാധിക്കാമെന്നാണ്. അതാണ് ധർമ്മ, അർത്ഥം. എന്നിട്ട് കാമം. എന്നാൽ ഏറ്റവും അവസാനം നമ്മുടെ പരമമായ ലക്ഷ്യം എന്താണ്? മോക്ഷം തന്നെയായിരിക്കണം. അതിനായിട്ട് സന്യാസം എന്ന ആ ഒരു ആശ്രമ വ്യവസ്ഥയെ ഉണ്ടാക്കിയവൻ എന്ന അർത്ഥത്തിലാണ് സന്യാസകൃത്. ഏതൊരു മനുഷ്യനും സന്യാസം സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. ഒരു ഘട്ടത്തിലെത്തിയാൽ അത് വേണം. ഇതിനൊക്കെയാണ് ഭഗവാൻ ഗീതയിൽ ഉപദേശിച്ചത്. പക്ഷെ നമ്മൾ അതൊക്കെ മറന്നുപോകുന്നു. ജീവിതകാലം മുഴുവൻ ഗൃഹസ്ഥാശ്രമികളായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഭഗവാൻ നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ സന്യാസം എന്ന ധർമ്മത്തെ ഉപദേശിച്ചവൻ എന്ന അർത്ഥത്തിൽ
സന്യാസകൃത്. കാരണം അതിലൂടെ മാത്രമേ പരമാനന്ദത്തെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. 581 നാമം ശമഹ. ഈ സന്യാസ ആശ്രമത്തിലുള്ളവരുടെ ഏറ്റവും പരമമായ ധർമ്മം എന്നത് ശമമാണ്. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പൂർണ്ണമായി നിയന്ത്രിച്ച് അങ്ങനെ ശാന്തിയോടെ ഇരിക്കാൻ സാധിക്കുക, അതാണ് എന്താണ് ശമം. ആ ഗുണത്തെ അവർക്ക് ഉപദേശിച്ചു കൊടുത്തവൻ എന്ന അർത്ഥത്തിലാണ് ശമഹ. 582 നാമം ശാന്ത. ഭഗവാൻ സ്വയം അങ്ങനെയാണ്, ശമശീലനാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അത് ഉപദേശിച്ചു കൊടുത്തത്. കാരണം എങ്ങനെയായാൽ ആനന്ദം ലഭിക്കും എന്ന് ഭഗവാന് സ്വയം അറിയാം. കാരണം ഭഗവാൻ ആരാണ്? ആനന്ദ സ്വരൂപനാണ്. തൻ്റെ ആനന്ദത്തിന്റെ രഹസ്യം അറിയാവുന്ന ഭഗവാൻ അത് തൻ്റെ സൃഷ്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെയായാൽ നിങ്ങൾക്ക് ശാന്തി ലഭിക്കും. അതുകൊണ്ട് സ്വയമേവ ശാന്തനാണ്, ശാന്തശീലനാണ് എന്നതിനാൽ ശാന്ത. 583 നാമം നിഷ്ഠ. പ്രളയകാലത്തിൽ സകല ഭൂതങ്ങളെയും ഇവങ്കൽ സ്ഥിതി ചെയ്യുന്നു എന്നതിനാൽ നിഷ്ഠ. 584 നാമം ശാന്തി. ശമഗുണം പരിശീലിച്ച് അവസാനം എത്തിച്ചേരുന്ന പരമമായ അവസ്ഥയാണ് ശാന്തി. അത് ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ആ അവസ്ഥയിൽ എന്നും നിലനിൽക്കുന്നവൻ, അതാണ് ശാന്തി. 585 നാമം പരായണം. പരമമായ അയനം, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രാപ്തി സ്ഥാനം. ഇത് യുധിഷ്ഠിരൻ ആദ്യം ചോദിച്ച ചോദ്യങ്ങളിലെ ഒന്നാണ്. ഏതാണ് ശ്രേഷ്ഠമായ പരായണം? യാവനൊരുത്തനെ പ്രാപിച്ചാൽ പിന്നെ മടങ്ങി വരേണ്ടി വരുമെന്നുള്ള ശങ്കയില്ലയോ? എന്താണ്? യാവനൊരുത്തനെ പ്രാപിച്ചാൽ പിന്നെ മടങ്ങി വരേണ്ടി വരുമെന്നുള്ള ശങ്കയില്ലയോ? അങ്ങനെയുള്ള ഉത്കൃഷ്ടമായ പ്രാപ്തിസ്ഥാനം, അതാണ് പരായണം. ഭഗവാന്റെ പരമപദം തന്നെയാണ് പരായണം. ഹരിയും.